നാലുകെട്ടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലം തന്നെ നമ്മളെ മുറ്റം, ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം. ഇത് തൊടുമായിട്ട് നന്നായിട്ട് തൊടുമായിട്ട് കിടന്ന സ്ഥലം നമ്മൾ പേൾ ഗ്രാസ് നട്ട് 1.5 മാസമായിട്ടുള്ളൂ. ഇവരെ മെയിൻ്റെനൻസ് ഇതാ പുള്ളി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കള പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇലകളൊക്കെ ചാടുന്ന പൊറുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വൃത്തി അപാരമാണ്, അൺഎക്സ്പെക്റ്റഡ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ നിലനിൽക്കുന്നത്. എന്നും ഇത് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. മുറ്റം അത്ര വിശാലമായിട്ട് മുറ്റം കിടക്കുന്ന, മുറ്റത്തിൻ്റെ ഏറ്റവും ബാക്കിൽ നിന്ന് വീഡിയോ എടുത്ത വീട് ചെറുതായി പോകും, പക്ഷേ വീട് വലുതാണ്. വീട് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമോട് കൂടി ഫാമിലി ഡൈനിങ്, ഫോർമൽ ലിവിങ്, അതുപോലെ തന്നെ അതിവിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട്. ഇത് കാണുന്ന പോലെ തന്നെ നല്ല എൻ്റെ പില്ലേഴ്സൊക്കെ ഒരു പിന്നെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ഗ്ലാഡിങ് ഇഷ്ടികേൻ്റെ ഗ്ലാഡിങ് റെഡ് ടൈൽ കൊടുത്തിട്ടുണ്ട്, ഗ്ലാഡിങ് ടൈൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിശാലമായിട്ടുള്ള തന്നെ പിന്നെ മെയിൻ ഡോർ ഇത് ഇവരെ തന്നെ തടിയാണ്, ഇവരെ തന്നെ തേക്കിൽ, പക്ക തേക്കിൽ ജസ്റ്റ് പോളിഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഒരു ആനൻ്റെ ഇത് കുത്തിയെടുത്തിട്ടുണ്ട്. നെറ്റ് പിന്നെ കയറി ഉടനെ നേരെ കാണുന്നത് നമ്മൾ പൂജാ റൂമാണ്. അത് ക്ലയൻറ്റിന് നമ്മളെ ഡോക്ടർ രമ്യക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, നേരെ കാണുന്നത് പൂജാ റൂം ആവണം. കയറി ഉടനെ റൈറ്റ് സൈഡിൽ നമ്മളെ ഫോർമൽ ലിവിങ് അത്യാവശ്യം സ്പേസ് ആയിട്ട് തന്നെ ഒരു ബുദ്ധൻ. ഇതും അവർ ഫസ്റ്റ് പറയുന്ന ഒരു ബുദ്ധൻ എവിടെയെങ്കിലും നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതെവിടെ ഏറ്റവും ആപ്റ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നു. കയറി ഉടനെ ബുദ്ധനെ ജസ്റ്റ് അത് സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മോൾ തന്നെ ഡ്രോയിങ് ചെയ്ത സംഭവങ്ങളൊക്കെയാണ് ഈ വാളിൽ ഹാങ് ചെയ്തിട്ടുള്ളത്. ഒക്കെ ഇവിടെ വരച്ച തന്നെയാണ്, മോള് വരച്ച തന്നെയാണ്. പിന്നെ കയറി നേരെ നടുമുറ്റം, മെയിനായിട്ട് നടുമുറ്റം തന്നെ എത്ര വിശാലമായിട്ട് കിടക്കുന്ന നടുമുറ്റം. ഈ നടുമുറ്റത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫാമിലി ലിവിങ് ഉണ്ട്, നേരെ റൈറ്റ് സൈഡിൽ ഡൈനിങ്, സ്വിംഗ് ചെയർ കൊടുത്തിട്ടുണ്ട്. കോമൺ ആയിട്ടുള്ള തന്നെ സംഭവം, നാലുകെട്ട് നടുമുറ്റത്തിൽ വരുന്ന കോമൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ സ്പേസ് ആയിട്ടും നല്ല വെളിച്ചം കാര്യങ്ങളും ഫുൾ ടൈം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഇടുന്ന പോർഷൻ കിച്ചണോട് നിയർ ആയിട്ട് തന്നെ ഡൈനിങ് ടേബിൾ ഇവിടെ പാഷ്യോ കൊടുത്തിട്ടുണ്ട്. ചെറിയ ടീ ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെറ്റ് ചെയ്തിട്ടില്ല. സ്വാമി കഴിഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് വല്ലാണ്ട് മെയിൻ ഉണ്ടാവില്ല. പിന്നെ കിച്ചൺ എല്ലാ മോഡേൺ അമ്യൂണിറ്റീസും ആഡ് ചെയ്തിട്ടുള്ള കിച്ചണാണ്. ലൈറ്റ് എല്ലാ മോഡേൺ അമ്യൂണിറ്റീസും ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ തന്നെയാണ് നമ്മളെ ഒരു ബാർ കൗണ്ടർ, മെയിൻ ഹൈലൈറ്റ് ഇതാണ്. ഒരു ബാർ കൗണ്ടറും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ബാർ കൗണ്ടറും ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ വേണം നിർബന്ധം പറഞ്ഞപ്പോൾ പിന്നെ ഒരു അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള ഒരു സിംഗിൾ കിച്ചണാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഉണ്ട്, നമ്മൾ വാഷ് ബേസിൻ യൂണിറ്റ് ഇവിടെ വരുന്നുണ്ട്, വുഡ് നോബ് ഇവിടെ വരുന്നുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ടോൾ യൂണിറ്റ്, എല്ലാ മോഡേൺ അമ്യൂണിറ്റീസും ഉള്ള ഒരു അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള 20-12 20-12 ഒരു സ്പേസ് ആയിട്ടുള്ള കിച്ചൺ. ഏറ്റവും ഇവർ കൺവിൻസ്ഡ് ആണ്, എല്ലാ അമ്യൂണിറ്റീസും ആഡ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അത് നടുമുറ്റം പിന്നെ ട്രോഫി സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്, നമ്മളെ ഷോക്കേസ്. പിന്നെ 4 ബെഡ്റൂമിൽ ഒന്ന് ഗസ്റ്റ് ബെഡ്റൂം, അതുപോലെ തന്നെ ഒന്ന് പാരൻസ് ബെഡ്റൂം, പിന്നെ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്ത്. ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മളെ ചിൽഡ്രൻസ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഒരു കളർഫുൾ അല്ല, എന്നാൽ ഒരു ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ്, അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള 2 മക്കളാണുള്ളത്, അവർക്ക് 2 പേർക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാനും അത്യാവശ്യം സ്പേസ് ആയിട്ടും വാർഡ്രോബ്, കോട്ടിന് ചെറിയൊരു ഷേപ്പ് വ്യത്യാസം, ചിൽഡ്രൻസ് റൂമിൻ്റെ ഒരു ചെറിയ വ്യത്യാസം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം സ്പേസ് ആയിട്ട് തന്നെ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് യൂസ് ചെയ്ത് 2 മാസത്തോളമായില്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ സംഭവങ്ങളുണ്ട്. ഡ്രസ്സിങ് യൂണിറ്റ്, ടോയ്ലറ്റ്, ഒരു അത്യാവശ്യം ഒരു സ്പേസ് ആയിട്ടുള്ള ഡ്രസ്സിങ് യൂണിറ്റ് മൊത്തം. പിന്നെ വന്നാൽ ഒരു പൂജ റൂമിൻ്റെ എൻട്രൻസ് വരുന്നത്. പൂജ റൂമിലൊരു വാക്ക് വേ കൊടുത്തിട്ട് ഇതിൽ റൂഫിൽ തന്നെ നമ്മൾ ഗ്ലാസ് കൊടുത്ത് നാച്ചുറൽ വെളിച്ചം ഇങ്ങോട്ട് വരുത്തുന്നുണ്ട്. പിന്നെ മാസ്റ്റർ ബെഡ്റൂം, നമ്മൾ ധനേഷേട്ടൻ്റെ ഡ്യൂട്ടിയിലാണ്. ഇതുപോലെ തന്നെ ചിൽഡ്രൻസ് റൂം പോലെ തന്നെ ഒരു ഇതിൽ അഡീഷണൽ ഒരു TV യൂണിറ്റാണ്. അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ബേ വിൻഡോസ് ഉണ്ട്. ബേ വിൻഡോ 2 ബെഡ്റൂം ചിൽഡ്രൻസ് റൂമിലും മാസ്റ്റർ ബെഡ്റൂമിലും ബേ വിൻഡോ നിർബന്ധമായിട്ട് അവർ പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ട് സ്പേസ് ആയിട്ടുള്ള വാർഡ്രോബ്, കോട്ട്, പിന്നെ ഇതൊക്കെ തന്നെ. അതുപോലെ തന്നെ ഡ്രസ്സിങ് യൂണിറ്റ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മിററും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നോർമൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് എല്ലാ ഭാഗത്തും. പിന്നെ അടുത്ത് നേരെ ഇവിടെ വന്നിട്ട് വരാൻ നേരെ മെയിൻ എൻട്രൻസിന് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫാമിലി ലിവിങ് അത്യാവശ്യം സ്പേസസ് ആയിട്ട് നല്ല സ്പേസാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു TV യൂണിറ്റ്, അത്യാവശ്യം വലിയൊരു TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു പാഷ്യോ പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു ഫാമിലി പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങാനും. അവിടെ ഡൈനിങ്ങിൽ ഓൾറെഡി ഒരു പാഷ്യോ കൊടുത്തിട്ടുണ്ട്, സെയിം ഇവിടെയും കൊടുത്തിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഡൈനിങ്ങിൽ നമ്മൾ ക്ലോസ്ഡ് ആണ്, ഇത് ഓപ്പൺ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇത് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഗസ്റ്റ് ബെഡ്റൂമും അതുപോലെ തന്നെ പാരൻസ് ബെഡ്റൂമും ഉണ്ട്. നമ്മൾ ഒക്കെ ഇതേപോലെ തന്നെ ബെഡ്റൂം ഓൾമോസ്റ്റ് വലിയൊരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാ ബെഡ്റൂമിലും കാണിച്ചിട്ട് ഇതാവില്ല, നമ്മളെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള
ലാൻഡ്സ്കേപ്പ് പറഞ്ഞ പോലെ തന്നെ നടുമുറ്റത്തിൻ്റെ ഇവിടെ ഇവിടെ മഴ പെയ്താലും നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മഴ പെയ്താലും വേറെ ശല്യങ്ങളൊന്നുമില്ല, വെള്ളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലിയറാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നടുമുറ്റത്തിൻ്റെ ഓൾമോസ്റ്റ് പെട്ടെന്ന് ഓടിച്ചു വിട്ടൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ ഷെയർ ചെയ്യും.